ശ്രീ എൻ ശ്രീകുമാർ. വയനാട് ദുരന്തം, അതിന് കോൺഗ്രസ് പിരിച്ച പണം, അതിൽ വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് നേതാക്കൾ പറഞ്ഞ വാക്ക് ഇപ്പോൾ പാഴ്വാക്കാണ് എന്ന് മനസ്സിലായിരിക്കുകയാണ്, അല്ലെങ്കിൽ അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് മനസ്സിലായിരിക്കുകയാണ്. ഈ കണക്ക് അവതരിപ്പിച്ച് കഴിയുമ്പോൾ വീട് വെക്കാനുള്ള പണം അതിലില്ല എന്നതാണ് മനസ്സിലാകുന്നത്. KPCC അധ്യക്ഷൻ പറഞ്ഞ കണക്കുകളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വരുന്നു. ഇനി എങ്ങനെ വീട് എന്ന കാര്യത്തിൽ നിരവധി സംശയങ്ങൾ ഉയരുകയാണ്. ആ സംശയങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ കോൺഗ്രസിനായിട്ടുണ്ടോ? നോക്കൂ ശ്രീമതി രേണുക, നിങ്ങളുടെ ഈ ചർച്ച ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ടുള്ളതാണെന്ന് ഞാൻ ആദ്യമേ തന്നെ സംശയിക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ വീട് കാത്തിരുന്നവർ നിരാശരായി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. കോൺഗ്രസിന്റെ വീട് കാത്തിരുന്നവർ നിരാശരായി എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഏത് അവിടെ അതിജീവിച്ച് വന്ന ആരാണ് നിങ്ങളോട് പറഞ്ഞത് കോൺഗ്രസ് ഞങ്ങളെ ചതിച്ചു? കോൺഗ്രസ് വീട് പണിതു കൊടുക്കാമെന്ന് പറഞ്ഞു. കോൺഗ്രസ് വീട് പണിതു കൊടുക്കാമെന്ന് പറഞ്ഞു. കോൺഗ്രസ് അതിനൊരു ആപ്പ് ഉണ്ടാക്കി. കോൺഗ്രസ് അതിന്റെ പണം കുറച്ച് സ്വരൂപിച്ചു. ആ പണം കൃത്യമായിട്ട് ഇന്നലെ KPCC പ്രസിഡന്റ് പറഞ്ഞു. ഒരു കോൺഗ്രസ്സുകാരനും ആ KPCCയുടെ ഫണ്ടിനെ കുറിച്ച് അവരുടെ പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായത്തിൽ സംശയം ഉയർത്തിയിട്ടില്ല. ആരും അത് ചോദ്യം ചെയ്തിട്ടില്ല. കോൺഗ്രസ് പിരിച്ച ഫണ്ടിനെ കുറിച്ച് കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നതയില്ല. പിന്നെ ആർക്കാണ് അഭിപ്രായ ഭിന്നത എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എതിർ കക്ഷികൾക്കാണ്. ആ എതിർ കക്ഷികളിൽ തന്നെ 178 വീട് പണിതിട്ട് അവിടെ ഒരാൾക്ക് പോലും താമസിക്കാൻ പറ്റാത്ത അവസ്ഥ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് കോൺഗ്രസിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇപ്പൊ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? രേണുക അത് പറയാതിരുന്നത്? 178 വീടുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ട് ആ വീട്ടിൽ ഒരാൾക്ക് പോലും താമസിക്കാൻ പറ്റിയില്ല എന്നുകൂടി പറയണ്ടേ അല്ലേ കോൺഗ്രസിനെ കുറിച്ച്? ശ്രീകുമാർ, താങ്കൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, താങ്കളെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇടപെട്ടാൽ അത് താങ്കളെ ദേഷ്യം പിടിപ്പിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഞാൻ മൗനം പാലിച്ചത്. ഇപ്പോൾ താങ്കൾ എന്റെ പേരെടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയാം. അവിടെ ഒരു വീടുണ്ട്, സർക്കാർ നിർമ്മിച്ച വീടുണ്ട്, പണി പൂർത്തിയായ വീടുകളുണ്ട്. അതിൽ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആളുകൾ വരുന്നുണ്ട്. ഓരോ വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ അവർക്ക് കയറി താമസിക്കാം. അത്രയും ആശ്വാസകരമാണല്ലോ. കല്ലിട്ടിട്ട് മാസം 1 കഴിഞ്ഞു, അവിടെ വീടില്ല, ഫണ്ടില്ല എന്ന് പറയുന്നിടത്ത് ഇതാണോ തിരിച്ചു ചോദിക്കേണ്ടത്? താങ്കൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ലേ സർക്കാർ നിർമ്മിച്ച വീടുകൾ, 178 വീടുകൾ? അതായത് ഇപ്പൊ കാര്യം മനസ്സിലായി. 178 വീടുകൾ പണി പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തി. അതെന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ. പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് ചില പണികൾ കൂടി തീരാനുണ്ട് എന്ന ഒരു വസ്തുതയുണ്ട്. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതല്ലേ ശ്രീ എൻ ശ്രീകുമാർ? നോക്കൂ, ഈ KPCC അധ്യക്ഷന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം അവിടെ വീട് വെക്കണമെങ്കിൽ ഇനി ഒന്നേന്ന് പണം കണ്ടെത്തണം എന്ന കാര്യം വ്യക്തമായല്ലോ. അതിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ? അല്ലല്ല, നിങ്ങൾ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. അവിടെ വീട് വെക്കണമെങ്കിൽ ഇനി ഒന്നേന്ന് പണം കണ്ടെത്തണം എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? നോക്കൂ, കോൺഗ്രസിന്റെ വീടിന്റെ തറപ്പണിയുടെ തുടക്കം മാത്രമായിട്ടുള്ളൂ. ആരും വീടിന്റെ മേൽക്കൂര അല്ലല്ലോ ആദ്യം പണിയുക. ആണോ? വീടിന്റെ മേൽക്കൂരയാണോ പണിയുക? അടിത്തറ ഒരുക്കിയിട്ടല്ലേ വീട് പണിയുള്ളൂ. അവിടെ ആ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ടോ? ഈ വീട് വെക്കാനുള്ള പ്ലാൻ അത് ലഭിച്ചിട്ടുണ്ടോ? അതിനുശേഷമാണല്ലോ താങ്കൾ ഈ പറയുന്ന കല്ലിടൽ നടക്കേണ്ടത്. അതിനുശേഷമാണല്ലോ തറപ്പണി നടക്കേണ്ടത്. അതിനുശേഷമാണല്ലോ. അതിന് മുൻപ് ചെയ്യേണ്ടുന്ന പ്രാഥമികമായ കാര്യങ്ങളുണ്ടല്ലോ. ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ടോ? ആ ഭൂമിയിൽ വീട് വെക്കാനുള്ള പ്ലാൻ അപ്രൂവ് ചെയ്ത് ലഭിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് അതിൽ ഉറപ്പുണ്ടോ? നോക്കൂ ശ്രീമതി രേണുക, നിങ്ങൾക്ക് അതായത് കോൺഗ്രസിനെ വിമർശിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും സഹായിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ചർച്ചയെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവിടെ ദുരന്തബാധിതരായ മനുഷ്യരാണ്. അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട വീടുകളാണ്. അതിനുവേണ്ടി സഹജീവികളെ സഹായിക്കാൻ കൈ അയച്ച് സഹായിച്ച മനുഷ്യരുടെ പണമാണ്. അത് മാത്രമാണ് കൺസേൺ. നാളെ ഒരു ദുരന്തമുണ്ടായാലും ഈ മനുഷ്യരുടെ ഒക്കെ സഹായം വേണം. അവിടെ അവർ പുനരുജ്ജീവനം വേണം. അതിന് മാതൃകയാകണം ഈ പ്രവർത്തികൾ. അതല്ല എന്ന് വരുമ്പോൾ ചോദ്യം ചോദിക്കും. ഇതിപ്പോ ഞാൻ സംസാരിക്കുന്നതാണോ അതോ അവതാരക തന്നെ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? എനിക്ക് പറയാൻ, നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയണ്ടേ? താങ്കൾ എന്റെ അജണ്ടയെ കുറിച്ചല്ലേ ചോദിച്ചത്?
നിങ്ങൾക്ക് അജണ്ട ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നു. കാരണം നിങ്ങൾ ഏകപക്ഷീയമായിട്ടാണ് പറയുന്നത്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. 178 വീടുകൾ പൂർത്തിയായി എന്നുള്ള താങ്കൾ പറഞ്ഞു. ശരി, ആ 178 വീടുകൾ താമസയോഗ്യമല്ല. അതിന്റെ അർത്ഥം എന്താണ്? പൂർത്തിയായിട്ട് എന്താ കാര്യം? അവിടെ വെള്ളവും ഇല്ല, വെളിച്ചവും ഇല്ല, അതുപോലെ പ്രാഥമിക ആവശ്യത്തിനുള്ള ഒന്നും ഇല്ലെന്ന് അറിയാം. അല്ലെങ്കിൽ എന്താ, ഇന്നലെ വരെ ഒരാൾ താമസിച്ചില്ലല്ലോ, ഒരാൾ പോലും 178 വീട് താമസിച്ചില്ലല്ലോ. കോൺഗ്രസിന്റെ വീട് പണി വൈകി എന്നുള്ള ശരിയാണ്, അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ കൃത്യമായിട്ട് KPCC പ്രസിഡന്റ് കണക്ക് പുറത്തുവിട്ടു. ആ കണക്കിൽ കോൺഗ്രസ്സുകാർക്ക് സംശയമില്ല. ആ കണക്ക് കള്ളത്തര എന്ന് പറയുന്നത് CPM ആണ്. അതുകൊണ്ട് CPM പറയുന്നത് കോൺഗ്രസ് മുഖവിലേക്ക് എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാല് CPM-നോട് കോൺഗ്രസിന്റെ നേതൃത്വം തിരിച്ച് ചില സംശയങ്ങൾ ചോദിച്ചു. ആ സംശയങ്ങൾ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് അവർ പറയുന്നത് KPCCയുടെ കണക്ക് കള്ളക്കണക്കാണ്. അപ്പൊ അവരെന്താ പറയുന്നത്? KPCCയുടെ കണക്ക് ഇപ്പൊ പറയണം, ഞങ്ങൾക്കറിയണം. അപ്പൊ കോൺഗ്രസ് തിരിച്ചു ചോദിച്ചു. DYFI പിരിച്ച 20 കോടി രൂപയുടെ കണക്ക് അവർ തിരിച്ചു ചോദിച്ചു. അവരുടെ കണക്കുകളൊക്കെ പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ പറയാതെ. അത് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് കൊടുത്ത 778 കോടി രൂപയിലെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ വിളിക്കാതെ 299 കോടി രൂപയുടെ ടെൻഡർ നൽകി. ബാക്കിയുള്ള 300 കോടി ആയിക്കോട്ടെ, ബാക്കിയുള്ള 400 കോടി രൂപ എവിടെയാണെന്നൊരു ചോദ്യം കോൺഗ്രസ് ഉന്നയിച്ചു. ഇനി അത് കൂടാതെ തന്നെ എന്തുകൊണ്ടാണ് തിരക്കിട്ട് പിടിച്ച് ഉദ്ഘാടനം നടത്തിയിട്ട് അവിടെ താമസിക്കാൻ ആൾ വരാത്തെന്ന് ചോദിച്ചു. മറിച്ച് അവിടെ മുസ്ലിം ലീഗ് വീട് പണിതു. അത് UDF ആണല്ലോ. UDF ആണ് വീട് പണിയാന്ന് പറഞ്ഞത്. UDF-ല് മുസ്ലിം ലീഗ് 55 വീട് പണിതു. ആ 55 വീട്ടിൽ ഇപ്പൊ ആളുകൾ കയറി താമസിക്കുന്നുണ്ട്. ഗവൺമെന്റ് പണിത വീടുകൾ ആളുകൾക്ക് താമസിക്കാൻ മറ്റ് സൗകര്യങ്ങളില്ല. കോൺഗ്രസ് വീട് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. കോൺഗ്രസിന്റെ വീട് പണി സഹായത്തോടെ വീട് പണി തുടങ്ങിയോ? ശ്രീ N. ശ്രീകുമാർ, വീട് പണി തുടങ്ങിയോ? തുടങ്ങി. എവിടെയാണ് വീട് പണി തുടങ്ങിയത്? വീട് പണി തുടങ്ങുന്നത് അതാ പറഞ്ഞത്, മേൽക്കൂരയല്ല ആദ്യം പണിയുക, ആദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക ചെയ്യുക. താങ്കൾ അത് പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ ചോദിച്ചത്, അവിടെ ഈ വീടുകൾ പണിയാനുള്ള പ്ലാൻ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ, രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ടോ, അതിനുള്ള രേഖകൾ ഉണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. അതിനോട് താങ്കൾ പ്രതികരിച്ചില്ല. നിങ്ങളെ പറയുന്നത് കേൾക്കൂ പ്ലീസ്, ഞാൻ പറയട്ടെ. അതായത് ആദ്യ ഘട്ടത്തിലായിട്ട് 3 ഏക്കർ 24 സെന്റ് സ്ഥലം KPCC വാങ്ങിച്ചു. 5 കോടി 38 ലക്ഷത്തി എത്രയോ ആണ് അവർക്ക് അതിൽ ചെലവായത്. അതിൽ 3 കോടി 68 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അത് യൂത്ത് കോൺഗ്രസിന്റെ 1.5 കോടി രൂപ വേറെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. 2.15 ഏക്കറോ എത്രയോ രണ്ടാമത് അവർ വാങ്ങിച്ചു. സ്മാർട്ട് വഴി പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിച്ചു. അതിനുശേഷം പണിയാനുള്ള നിലം ഒരുക്കി വരാനുള്ള പൈസ ഇപ്പോൾ ഉള്ളൂ. അതിനുശേഷമുള്ള പണം AICC നൽകുമെന്ന് ഇന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും കോൺഗ്രസിനെ പഴി പറയേണ്ടത് അത് ചിലരുടെ ആവശ്യമാണ്. അതിന് ഉത്തരവില്ല. അങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തരമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ആ ചോദിക്കുന്നവർക്ക് പ്രശ്നമുണ്ട്. നിങ്ങളല്ല പറഞ്ഞത്, അത് ചോദിക്കുന്ന ഒരു മിനിറ്റ് അത് പറയട്ടെ. അത് ചോദിക്കുന്ന CPM-നോട് കോൺഗ്രസ് തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം യൂത്ത് കോൺഗ്രസ് ചോദിച്ചതാണ്. 20 കോടി രൂപയിലധികം DYFI ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ചെക്ക് കൊടുത്തു. ആ ചെക്ക് കൊടുത്ത ദിവസം ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. 10 മാസത്തിന് ശേഷമാണ് ആ അക്കൗണ്ടിൽ പണം വന്നത്. ഇവിടെ ഒരു വലിയ ദുരന്ത ബാധയ്ക്ക് ഏറ്റതിന് ശേഷം നടന്ന പണപ്പിരിവാണ്. കോൺഗ്രസ് പോലെ ഉള്ള ഒരു വലിയ സംഘടന പണം പിരിക്കുമ്പോൾ ഈ 5 കോടി രൂപ മാത്രമാണോ ലഭിച്ചതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മുസ്ലിം ലീഗ് പണപ്പിരിവ് നടത്തിയപ്പോൾ അവർക്ക് ഏതാണ്ട് 36 കോടിയോളം രൂപ കിട്ടി. കോൺഗ്രസിന് പക്ഷേ കിട്ടിയത് 5 കോടി രൂപ, 5 കോടി 38 ലക്ഷം രൂപ. അത് തന്നെ സംശയാസ്പദമാണ്. കോൺഗ്രസിന് ഈ ആപ്പിലൂടെ ഇത്ര മാത്രമാണോ കിട്ടിയത്? ഇത് പിരിക്കാനാണോ ആപ്പിന് വേണ്ടി ഇത്രയധികം ലക്ഷം രൂപ ചെലവാക്കിയത് എന്ന സംശയം അവിടെ ഉയരുന്നു. അപ്പോഴാണ് DYFI കൊടുത്ത പണത്തിന്റെ പലിശ അവരെന്ത് ചെയ്തു എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നത്. പറയാൻ സമ്മതിക്കില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ സംശയം എന്നത്? കോൺഗ്രസ് പറയുന്ന പണം അല്ല അതിലും കൂടുതൽ കിട്ടിയത് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത്? അത് പറയൂ. കോൺഗ്രസ് 55 കോടി മുസ്ലിം ലീഗിന് കിട്ടി, ശരി. 5 കോടിയെ കോൺഗ്രസിൽ കിട്ടിയുള്ളൂ, ശരി. 5 കോടി അല്ല കിട്ടിയെന്ന് എന്തടിസ്ഥാനത്തിലാണ് ശ്രീമതി രേണുക പറയുന്നത്? കോൺഗ്രസിനെ പോലെ ഒരു പ്രസ്ഥാനം സഹായം അഭ്യർത്ഥിച്ചാൽ 5 കോടിയെ കിട്ടുള്ളൂ എന്നതാണോ താങ്കൾ വിശ്വസിക്കുന്നത്? താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. കോൺഗ്രസിനെ പോലെ ഒരു വലിയ പ്രസ്ഥാനം ഈ ദുരന്ത സമയത്ത് പിരിച്ചപ്പോൾ ഇത്ര മാത്രമേ തുക കിട്ടുള്ളൂ, അത്രക്കേ ഉള്ളൂ കോൺഗ്രസ് എന്നതാണോ താങ്കൾ കോൺഗ്രസിനെ വിലയിരുത്തുന്നത്? ശ്രീകുമാർ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് കോൺഗ്രസ് വലിയ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് കോൺഗ്രസ് ഒരു 100 കോടി പിരിച്ചു.
അതിൽ 95 കോടി മുക്കി. ഇതൊക്കെയാണല്ലോ നിങ്ങൾ അല്ലല്ല, മനസ്സിൽ വെച്ച് പറയാൻ ഉദ്ദേശിച്ചത്. സ്വാഭാവികമായും സംശയം തോന്നും. കാരണം ഡിവൈഎഫ്ഐക്കാർ ആക്രി വിട്ട് 20 കോടി ഉണ്ടാക്കുമ്പോ ഒരു ആപ്പ് തുടങ്ങി 9 ലക്ഷത്തിന്റെ ഒരു ആപ്പ് തുടങ്ങി പണം പിരിച്ചിട്ട് ആകെ കിട്ടിയത് 5 കോടി 38 ലക്ഷമാണോ എന്ന് ഏതൊരു സാധാരണക്കാരനും സംശയം തോന്നും. നോക്കൂ, നിങ്ങൾ സാധാരണക്കാരന് സംശയം തോന്നിയിട്ടില്ല, കോൺഗ്രസ്സുകാർക്ക് സംശയം തോന്നിയിട്ടില്ല. ആകപ്പാടെ സംശയം തോന്നിയിരുന്നത് CPM-നാണ്. ഇപ്പൊ ശ്രീമതി രേണുകയ്ക്കും സംശയം തോന്നിയിട്ടുണ്ടാകാം. അത് രേണുകയുടെ സംശയം തീരും. കാരണം വെച്ചാൽ കോൺഗ്രസ് കൃത്യമായിട്ട് കണക്ക് ധരിപ്പിക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ CPM-ന്റെ സംശയം തീരൂല്ല. അത് ഞാൻ പറഞ്ഞതെന്ന് അവസാനിപ്പിക്കട്ടെ. അപ്പൊ 20 കോടി രൂപ ബാങ്കിൽ ഇട്ടപ്പോൾ ആ 10 മാസം 1 കോടി രൂപയിലധികം അതിന് പലിശയുണ്ട്. ആ 1 കോടി രൂപയുടെ അല്ലെങ്കിൽ പലിശ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നൊരു ചോദ്യം യൂത്ത് കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യൂത്ത് കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 778 കോടി രൂപയിലെ 299 കോടി രൂപ വെച്ചിട്ട് ബാക്കി തുക എവിടെയെന്ന് കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവർ ചോദിച്ചത് എന്തുകൊണ്ടാണ് 178 കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കൃത്യമായി ഏർപ്പെടുത്താതെ തുറന്നു കൊടുത്തിട്ട് താമസയോഗ്യമല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ കൂടെയാണ് ശ്രുതി എന്ന ഒരു യുവതിക്ക് വീട് പണിത് കൊടുക്കാന്ന് പറഞ്ഞ് ടി സിദ്ദിഖ് ചതിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത പുറത്തു വന്നു. കൃത്യമായിട്ട് ഇന്ന് അതിന്റെ വ്യക്തമായ വിവരം ആ വീട് പണിത് കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു സന്നദ്ധ സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖിന് അതിനൊരു ബന്ധമില്ല. സിദ്ദിഖിന് അതിന്റെ ശിലാസ്ഥാപനം നടത്തിയെന്നേ ഉള്ളൂ. അതൊരു MLA എന്ന നിലയ്ക്കാണ്. അത് ഞങ്ങൾക്ക് അത് പണിയാൻ പറ്റാതിരുന്നത് ഫണ്ട് ചെയ്തുകൊണ്ടാണ്. ഫേസ്ബുക്കിലെ പോസ്റ്റ് വായിച്ചാൽ സിദ്ദിഖിന് ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിന്റെ പ്ലാൻ ആ പെൺകുട്ടിയെ കാണിച്ചിട്ട് നമുക്കറിയാം. ആ ദുരന്തത്തിൽ ഏറ്റവും അധികം ദുരന്തം ടി സിദ്ദിഖിന്റെ പോസ്റ്റ് എന്തായിരുന്നു? ആ പെൺകുട്ടിക്ക് വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തറക്കല്ലിട്ടു എന്ന് പറഞ്ഞ പോസ്റ്റാണ്. താങ്കൾ സിദ്ദിഖിന്റെ പേജ് എടുത്ത് വായിച്ചു നോക്കിക്കോളൂ. ഞാൻ വായിച്ചതാണ് ആ പോസ്റ്റ്. അത് താങ്കൾ എടുത്ത് വായിച്ചോളൂ. അല്ല, ഇന്നലെ സിദ്ദിഖ് കേൾപ്പിച്ചു ആ പോസ്റ്റ്. സിദ്ദിഖ് ഇന്നലെ പോസ്റ്റ് പത്രലേഖയുടെ മുമ്പിൽ കേൾപ്പിച്ചു. വാർത്താലേഖയുടെ മുമ്പിൽ നിങ്ങളുടെ ചാനൽ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. വാർത്താലേഖയുടെ മുമ്പിൽ കേൾപ്പിച്ചു. അതിലെന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു സന്നദ്ധ സംഘടന പണിയുന്നവരെ തറക്കല്ലിടുന്നു. അത് അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ലാണ്ട് അത് ഈ വീട് പണിത് കൊടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കണക്കാക്കിയില്ല. ആ ദുരന്തത്തിൽ ഏതൊക്കെ തരത്തിൽ വിധി വേട്ടയാടിയ പെൺകുട്ടിയാണെന്ന് അറിയാമോ? ആ പെൺകുട്ടിക്ക് നൽകും എന്ന് പറഞ്ഞ വീടാണ്. അതിലിപ്പോൾ ആ ഫിലോ കാലിയ ഫൗണ്ടേഷൻ ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പക്ഷേ സിദ്ദിഖിന് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്ന് പറയരുത്. അങ്ങനെ കൈവിടാൻ പറ്റുന്നതാണോ അതെന്ന് എനിക്ക് സംശയമുണ്ട്. ശ്രീമതി രേണുക, നിങ്ങൾ ടി സിദ്ദിഖിന്റെ കാര്യത്തിൽ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പത്രലേഖയുടെ മുമ്പിൽ എനിക്കൊന്ന് 2024 സെപ്റ്റംബറിൽ ഏതൊരു ഡേറ്റിനാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. അത് അദ്ദേഹം വായിച്ച് കേൾപ്പിച്ചു. ആ ഡേറ്റ് കൃത്യമായിട്ട് ഞാൻ അടുത്ത ഇതിൽ വരുമ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സംഘടന എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു സിദ്ദിഖ് അല്ല കുറ്റക്കാരൻ, ഞങ്ങൾക്ക് പണിയാൻ പറ്റിയില്ല, സാമ്പത്തിക പ്രശ്നമുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കില്ലെങ്കിൽ ഞാൻ സിദ്ദിഖിന്റെ വിഷയം ഇവിടെ ഉന്നയിച്ചില്ല. ഞാൻ സിദ്ദിഖിന്റെ വിഷയം താങ്കളോട് ഉന്നയിച്ചില്ല. ഞാൻ താങ്കളോട് സിദ്ദിഖിന്റെ വീടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ചോദിച്ചില്ല. ഫിലോ കാലിയ ഫൗണ്ടേഷന്റെ വിശദീകരണം ഞാൻ കേട്ടതാണ്. പക്ഷേ ആ ഫൗണ്ടേഷന്റെ പേരിൽ അവിടെ തറക്കല്ലിട്ടിട്ട് അത് ഫേസ്ബുക്കിൽ തന്റെ നേട്ടമാക്കി അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കും വിധം പോസ്റ്റ് ഇട്ട വ്യക്തിക്ക് യാതൊരു ഉത്തരവാദിത്വവും അതിലില്ലേ എന്നൊരു സംശയമാണ് ഞാൻ ചോദിച്ചത് അങ്ങയോട്. അല്ലാണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് താങ്കളോട് ചോദ്യം ചോദിച്ചില്ല. തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഞാൻ ആ ചോദ്യം താങ്കളോട് ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. അതിൽ കയ്യടി മേടിക്കാൻ നോക്കിയവർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. കയ്യടി മേടിക്കാൻ നോക്കിയവർക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ലേ എന്നതാണ് എന്റെ ചോദ്യം താങ്കളോട് ഉണ്ടായത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.